അല്ല, നമ്മുടെ ദിവാകരനല്ല വരുന്നത്. അവനിതുവരെ പോയില്ലേ? കുറെ നാളായല്ലോ പോണെന്നും പറഞ്ഞിരിക്കണു. അല്ലാ ദിവാകര, നിന്റെ വിസയുടെ കാര്യം എന്തായി? എന്തു പറയാനാ, ഒന്നും പറയണ്ട. മാസം 4-5 കാത്തിരിക്കുന്നു. 60,000 രൂപ പലിശയ്ക്ക് എടുത്താ ഞാൻ അയാൾക്ക് കൊടുത്തത്. അയാൾ അന്ന് പറഞ്ഞു 1 മാസത്തിനകം പോകാം. ഇന്നിപ്പോ മാസം 1 2 3 5 ഇതുവരെ ഒരു വിവരവുമില്ല. അല്ല ദിവാകര, നിനക്കിപ്പോ ഈ പ്രായത്തിൽ ഇതിന്റെയൊക്കെ വല്ല ആവശ്യവുമുണ്ടോ? ഇത്രയൊക്കെ ദൂരെയൊക്കെ പോയി വെറുതെ ബുദ്ധിമുട്ടാൻ. മൊറോക്കോ ഇവിടെ അടുത്താണെന്നാണ് നിന്റെ വിചാരം? കുറെ ദൂരമുണ്ട്. പിന്നെ നിനക്ക് വയ്യാത്തതുമാണല്ലോ. എല്ലാം എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ, എൻ്റെ പെങ്ങന്മാരെ കെട്ടിച്ച് എല്ലാ കടബാധ്യതകളും എൻ്റെ തലയിലാണ്. പോരാത്തതിന് എൻ്റെ 3 പെൺമക്കളും. ഒന്ന് പോയി നോക്കുക, അത്ര തന്നെ. നമുക്കെന്നാ ഏജന്റിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്താ ഈ കാര്യമൊന്നൊന്ന് അറിയുകയും ചെയ്യാലോ. ശരിയാ, ഒന്ന് വിളിക്കാം. ഇന്നാണെങ്കിൽ അയാൾ വിളിക്കാൻ പറഞ്ഞ ദിവസമാണ്. ഹലോ ഹലോ, കോയമുട്ടി വെച്ചല്ലേ? ഇത് ദിവാകരനാ? അതെ. ആ ശരി, ഓക്കെ. ശരിയായടാ. ഈ ശനിയാഴ്ചയാണ് പോകേണ്ടത്. ഇനി 2 ദിവസമേ ഉള്ളൂ. ഇനിയിപ്പോ പോകാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യട്ടെ ഞാൻ. അതെയോ? അപ്പോ വീട്ടുകാരെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? വീട്ടുകാരെ കൊണ്ടുപോയാൽ അവരുടെ കാര്യത്തിലും പിടിച്ചിലും അത് എനിക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി. എന്തായാലും നീ ചെന്നിട്ടൊന്ന് വിളിക്ക്. ശരി, ഇനി നിങ്ങളെന്ന് കണ്ടെന്ന് വരില്ല. ഞാൻ യാത്ര ചോദിക്കുകയാണ്. എന്നാ ശരി, പോയി നന്നായി വാ. വിനയ, ആരാ വാതിലട്ടെന്ത്? നീ ഒന്ന് പോയി നോക്കിയേ. എൻ്റെ അമ്മേ. യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? അതെ. ഇവര് പറഞ്ഞിരുന്നു പുതിയൊരാള് വരുന്നുണ്ടെന്ന്. കുറെ ദിവസമായി ഞങ്ങൾ വെയിറ്റ് ചെയ്യണു. അല്ല, എന്താ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ദിവാകരൻ. ചേട്ടന്റെ സ്ഥലം എവിടെയാണ്? എൻ്റെ സ്ഥലം ഒറ്റപ്പാലം. നിങ്ങളെ പേരോ? എന്റെ പേര് രഞ്ജിത്ത്, സ്ഥലം പട്ടാമ്പി. എൻ്റെ പേര് സജിത്ത്. വിനയൻ, തൃശ്ശൂരാണ് വീട്. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഒന്നും പറയണ്ട, ഭക്ഷണമൊക്കെ രാവിലെ നമ്മൾ തന്നെ നീച്ച് റെഡിയാക്കണം. രാവിലെ 6 മണിക്ക് ജോലിക്ക് വേണ്ട വണ്ടി വരും. അപ്പോഴേക്കും 4 മണിക്ക് നീച്ച് ഭക്ഷണമൊക്കെ റെഡിയാക്കണം. അല്ല, ഇവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇവിടുന്ന് ഇടത്തോട് കഴിഞ്ഞിട്ട് നേരെ പോയാൽ മതി, അവിടെയാണ് ബാത്റൂം. പക്ഷെ കാലത്ത് നേരത്തെ പോകണം കേട്ടോ, അല്ലെങ്കിൽ ക്യൂ നിൽക്കേണ്ടി വരും. പണ്ടറ ക്യൂ ആണ്.
ഒരു ചന്ദനത്തിരി കൂടി കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. അതെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ ഏതെങ്കിലും നല്ല കുട്ടികൾ കാലത്തിട്ട് വെള്ളം ഒഴിക്കാണ്ട് പോകും. പിന്നെ നമ്മളത് കഴിയേണ്ട അവസ്ഥയാണ്. നിങ്ങൾ ദിവാകരേട്ടനെ പറഞ്ഞ് വെറുതെ പേടിപ്പിക്കല്ലേ. ഇതെല്ലാം കാണാൻ പോണ പൂരല്ലേ. വാ ദിവാകരേട്ടാ, നമുക്കൊന്ന് പുറത്തു പോയി കറങ്ങിയിട്ട് വരാം. എന്താ ദേവരേട്ടാ, ഇന്ന് ഓട്ടിയെടുത്തില്ലേ? ഇല്ല, തീരെ വയ്യ. വയറിന് ചെറിയൊരു വേദന. അത്രയ്ക്ക് പറ്റില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് എടുത്തുവിടപ്പാ. ലീവ് എടുക്കാന്ന് പറയുന്നതേ ഉള്ളൂ. കമ്പനി പറഞ്ഞ ആദ്യം ഡ്യൂട്ടിക്കുന്നത് ദിവാകരേട്ടനാ. പറ്റിയിട്ടല്ല രഞ്ജിത്ത്, വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എണീറ്റ് പോകുന്നതാണ്. നമ്മളവിടുത്തെ വിഷമങ്ങൾ വല്ലതും വീട്ടുകാരറിയുന്നുണ്ടോ? അവർക്ക് നമ്മുടെ ബാങ്കിലെ അക്കൗണ്ടിൽ കാശ് പെരുകണല്ലേ താല്പര്യം. അങ്ങനെയല്ല, ഇത് കണ്ടോ, എൻ്റെ മക്കളുടെ ഫോട്ടോയാണ്. ഒരു രാത്രി പോലും ഞാൻ അവരെ പിരിഞ്ഞിരുന്നിട്ടില്ല. പിന്നെ എൻ്റെ ഭാര്യ, കഷ്ടപ്പാടുകളുടെ ഒരു തിരമാല തന്നെ ഉണ്ടായിട്ടും ഒരു പരാതി പോലും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാം അവിടെ ഏൽപ്പിച്ച ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി എന്നാ അവരെ ഒരു നോക്ക് കാണുക? വിഷമിക്കില്ല ദിവാരേട്ടാ, എൻ്റെ കാര്യം തന്നെ നോക്കി. 2.5 വർഷമായില്ലേ ഞാനിവിടെ വന്നിട്ട്. ഈ 2.5 വർഷ കാലയളവിൽ എൻ്റെ 2 പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞു പോയത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അവരുടെ കല്യാണം ഒന്ന് കൂടാനായിട്ട്. ഇപ്പോൾ അവർക്ക് കുട്ടികളായി. ആ കുട്ടികളുടെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പ്രവാസികളുടെ ജീവിതം ഇതുപോലെ തന്നെയല്ലേ? ഒക്കെ ശരിയാവും. അല്ലടാ, ജതി വേരണ്ട കാര്യം കേട്ടായിരുന്നാ? എന്താണ്? പുള്ളിക്കാരന് അസുഖം കൂടുതലെന്ന് പറയുന്നുണ്ട്. ആൾക്ക് വയറിന്റെ അസുഖേ, ഹിർണിയുടെ ഓപ്പറേഷൻ വേണമെന്ന് തോന്നുന്നു. കമ്പനിക്ക് ആളെ കയറ്റി വിടാനുള്ള പരിപാടി ഉണ്ട് കേട്ടാ. ഞാനും പറയുന്നു കേട്ടു. അല്ല, എയർപോർട്ടിലേക്കുള്ള വണ്ടി എപ്പോഴാ വരിക? അരമണിക്കൂർ കൂടിയുണ്ട്. എൻ്റെ മൊറോക്കോയിലെ അവസാന നിമിഷങ്ങൾ. ഒരുപാട് പ്രതീക്ഷകളുമായാണ് ഞാനിവിടെ വന്നിറങ്ങിയത്. എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണ് ഞാൻ. ചേട്ടൻ വിഷമിക്കരുത്. ചെറിയൊരു പ്രശ്നമായിരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. ഇല്ലടാ, കുറേ കടങ്ങളും 3 മക്കളും എന്നെ കാത്തിരിക്കുമ്പോൾ ദൈവം പെട്ടെന്ന് എന്നെ വിളിക്കില്ല. എല്ലാവരോടും ഞാൻ യാത്ര ചോദിക്കുകയാണ്. നാട്ടിൽ വരുമ്പോൾ എല്ലാവരും വീട്ടിൽ വരണം. കുറച്ചു കാലം കൂടെ നിങ്ങളുടെ കൂടെ കഴിയണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ദൈവം അതിന് അനുവദിച്ചില്ലല്ലോ.
ശരി, എന്നാൽ ഞാൻ യാത്രയാട്ടെ.